ഗൈസ് വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും നമ്മളെന്തായാലും വന്നേക്കണേന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിലും കാര്യങ്ങളൊക്കെ നമ്മളെന്തായാലും ഒരു പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ടാണ് ഗൈസ് നമ്മളെന്തായാലും വന്നേക്കണം. ഓക്കെ അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തുണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ എടുത്തോളൂ. ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് എപ്പോഴും എന്തായാലും നോട്ടിഫിക്കേഷൻ ആയിട്ട് എന്തായാലും എനേബിൾ ആവുന്നതാണ്. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ എന്തായാലും ഫുള്ളായിട്ട് ഓക്കെയാണ്. ഓക്കെ ഗൈസ് നമ്മളെന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു സ്റ്റണ്ട് റേസിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഗൈസ് നമ്മളെന്തായാലും വന്നേക്കണേ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് ദിവസം എന്തായാലും നമ്മളല്ലാത്തതായിട്ടുള്ള സ്റ്റോറി വീഡിയോ സ്റ്റണ്ട് റേസിൻ്റെ വീഡിയോ ഇട്ടിട്ട് നമ്മളെന്തായാലും നമ്മുടെ മറ്റേ വെബ് സീരീസ് വീഡിയോ ഇടുന്നതാണ്. ഓക്കെ ഇനി നമ്മളെന്തായാലും ഇഷ്ടം പോലെ വെബ് സീരീസ് വീഡിയോകളൊക്കെ ഇടുന്നതാണ്. ഓക്കെ അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ അല്ലാത്ത സ്റ്റോറി വീഡിയോസ് നമുക്കല്ലാതെ ഇടണ്ടേ. ഓക്കെ അതല്ല സ്റ്റണ്ട് റേസിൻ്റെ വീഡിയോ ഇടണ്ടേ, അതുകൊണ്ടാണ് ഞാൻ എന്തായാലും ഒരു സ്റ്റണ്ട് റേസിൻ്റെ വീഡിയോ ആയിട്ട് വന്നത്. ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ലെവലായിട്ടുള്ള ഒരു ഫണ്ണി വീഡിയോയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. നമ്മുടെ ചാനലായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തതുണ്ട് ലൈക്ക് ചെയ്യുക. നമ്മുടെ ഇന്നത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് 200 കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 200 ആണ്. അപ്പോൾ പ്ലീസ് ഗൈസ് എല്ലാവരും എന്തായാലും ലൈക്കും കാര്യങ്ങളൊക്കെ എന്തായാലും ചെയ്യണം. ഓക്കെ നമ്മുടെ 200 ലൈക്കും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ എത്തിക്കണം. പിന്നെ നമ്മുടെ ചാനലിലെ സബ്സ്ക്രിപ്ഷനും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 391 സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെയാണ്. അത് നിങ്ങൾ പെട്ടെന്ന് തന്നെ പ്ലീസ് ഗൈസ് പ്ലീസ് ഞാൻ എല്ലാവരോടെ യാചിക്കുകയാണ് ഗൈസ്. പ്ലീസ് എല്ലാവരും കൂടെ ചേർന്ന് 400 കാര്യങ്ങളൊക്കെ അടുപ്പിക്കണം. നമുക്ക് പെട്ടെന്ന് തന്നെ എന്തായാലും 1K കാര്യങ്ങളൊക്കെ അടിക്കാനുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ വീഡിയോസിനും നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ എന്തായാലും വരണം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 2K വ്യൂസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. നല്ല കിടുക്കാച്ചായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോസുകളൊക്കെ ഷെയർ ചെയ്ത് തുടങ്ങുന്നത്. ആരെങ്കിലും ഷെയർ ചെയ്യാതെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ അവരോടെയൊക്കെ സബ്സ്ക്രൈബ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറയണം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് കാര്യങ്ങളൊക്കെ ചെയ്യണം. ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കണക്ക് നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അപ്പോൾ ലെറ്റ്സ് ഗോ സ്റ്റാർട്ടഡ്. ഓക്കെ ഗായ്സ് എന്നാൽ ഇവിടെ ഇപ്പോൾ എന്തായാലും ഗൈസ് ഞാൻ രാവിലെ തന്നെ ഗൈസ് നമ്മുടെ മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഓക്കെ നമ്മുടെ പുതിയ വണ്ടി എടുത്തുകൊണ്ട് ഞാൻ നേരെ വെളിയിൽ ഇറങ്ങിയാണ്. ഓക്കെ ഞാനാണെങ്കിൽ ഇന്നാണെങ്കിൽ കുറച്ച് നേരത്തെ എണീറ്റ്. ഓക്കെ എന്താണെന്ന് അറിഞ്ഞൂടാ, ഇന്നാണെങ്കിൽ അമ്മയാണെങ്കിൽ രാവിലെ ചായയും കാര്യങ്ങളൊക്കെ ഇട്ടെന്നില്ല ഗൈസ്. ഓക്കെ അമ്മ രാവിലെ തന്നെ ആണെങ്കിൽ കട്ടനും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ഇട്ടത്. ഓക്കെ എനിക്ക് തന്നെ രാവിലെ കട്ടൻ കുടിക്കാൻ അത്രയ്ക്ക് വലിയ ശീലവും കയറലൊന്നുമില്ല. ഓക്കെ ഞാൻ രാവിലെ ചായ കുടിക്കും. ഓക്കെ ചില ദിവസങ്ങളിൽ കട്ടൻ കുടിക്കും. ഓക്കെ ഇന്നിപ്പോൾ എന്താണെന്നോ എനിക്ക് ചായ കുടിക്കാൻ ഭയങ്കരമായിട്ട് തോന്നി. ഓക്കെ അതുകൊണ്ട് രാവിലെ തന്നെ എന്തായാലും അമ്മേരോടെ ചോദിച്ചു. ഓക്കെ പക്ഷെ അമ്മ ഇട്ട് തന്നില്ല, അമ്മ കട്ടയാണ് ഇട്ട് തന്നത്. ഞാൻ അത് കുടിച്ചൊന്നുമില്ല, ഞാൻ വണ്ടി എടുത്തുകൊണ്ട് നേരെ ചായക്കടയിലോട്ട് വന്നൊക്കെ ഇവിടെ ഇപ്പോൾ ഞാൻ ചായയൊക്കെ കുടിച്ച് നിൽക്കുകയാണ്. ഓക്കെ നമുക്കിനി നേരെ പതുക്കെ വീട്ടിലോട്ടൊക്കെ പോവാം. ഓക്കെ ഇന്ന് പിന്നെ പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല. ഓക്കെ ഇന്ന് പിന്നെ ഞായറാഴ്ചയാണ്. ഓക്കെ ഇന്ന് എന്തെങ്കിലും പണി അങ്ങനെ എല്ലാം കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഓക്കെ ഇന്നാണെങ്കിൽ പിന്നെ എനിക്കാണെങ്കിൽ ഓഫീസിലും കയറലൊക്കെ പോകണ്ട. ഓക്കെ അതുകൊണ്ട് നല്ല കാര്യമാണ്. ഓക്കെ നമ്മൾ പുതിയതായിട്ട് എടുത്ത വണ്ടിയാണ്. ഓക്കെ മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റാണ്. ഞാൻ എല്ലാ വണ്ടിയും കൊടുത്തിട്ട് വാങ്ങിച്ച വണ്ടിയും കളക്കാണ് ഇതെന്ന് വെച്ചാൽ. ഓക്കെ ഈ ഒരു വണ്ടി മാത്രമാണ് ഞാൻ വാങ്ങിച്ചത്. ഓക്കെ നമുക്കതല്ലാതെ തന്നെ നല്ലൊരു വണ്ടി അല്ലാതെ എടുക്കണം. ഓക്കെ ഇതെന്ന് വെച്ചാൽ നല്ലൊരു വണ്ടിയാണ്. ഇത് ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ എടുത്തതാണ്. ഓക്കെ നിങ്ങൾ ഈ വണ്ടി കാണുന്ന സമയത്ത് ഒരു ചെറിയ വണ്ടിയായിട്ടേ നിങ്ങൾക്ക് തോന്നത്തുള്ളൂ. സത്യത്തിൽ ഇതൊരു വലിയ വണ്ടിയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ നമ്മുടെ ഒരു പുതിയ സ്വിഫ്റ്റ് അത്യാവശ്യം നല്ല വലിയ വണ്ടിയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ ഏകദേശം നമ്മുടെ മാരുതി സുസുക്കിയുടെ ബലീനോയുടെ അത്രയും സൈസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ വണ്ടിക്ക് എന്തായാലും ഉണ്ട്. ഓക്കെ ഫസ്റ്റ് ടൈം എന്തായാലും ഏകദേശം ഒരുവിധം അത്രയും സൈസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇച്ചിരി കുറച്ചെന്തായാലും സൈസ് കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. ഓക്കെ പക്ഷേ പുതിയ വണ്ടിയിലോട്ട് വന്നപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ എനിക്ക് എന്തായാലും ഈ വണ്ടി നല്ല രീതിക്ക് ഇഷ്ടപ്പെടും. ഇത് അത്യാവശ്യം നല്ല വലിയ വണ്ടികളൊക്കെ തന്നെയാണ്. ഓക്കെ എന്നാലും നമുക്ക് വലിയ ഫോർച്യൂണർ അങ്ങനെ എന്തെങ്കിലും വണ്ടി എടുക്കണം. ഓക്കെ എൻ്റെ മനസ്സിൽ എൻഡവറാണ്. ഓക്കെ എൻഡവർ അല്ലെങ്കിൽ ഫോർച്യൂണർ. ഓക്കെ അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. നമുക്ക് എന്തായാലും തിരിച്ച് നേരെ നമ്മുടെ വീട്ടിലോട്ടോ. ഇതാരാണ് വിളിക്കണത്? നമ്മുടെ ലാമറാണല്ലോ. ഇപ്പം എന്തിനാണ് ഇവൻ വിളിക്കണത്? ഓക്കെ നമുക്ക് എന്തായാലും നൈസായിട്ട് ഫോണുകളൊക്കെ എടുത്തു നോക്കാം. വണ്ടിയൊക്കെ ഫുട്പാത്തിങ്ങൊക്കെ പാർക്ക് ചെയ്യാം. നേരത്തെ ഫുട്പാത്തിലാണ് ഇട്ടിട്ടാണ് ചായ കുടിക്കാൻ പോയത്. ഓക്കെ എടാ ലാമറ എന്താടാ വിളിച്ച? നീ ഇപ്പോൾ വീട്ടിലുണ്ടോ? ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്. എന്താണെടാ വിളിച്ച? എനിക്കാണെങ്കിൽ നിൻ്റെ അവിടെ ഒരു കാര്യവും കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. പറയടാ എന്താടാ കാര്യം എന്ത്? എടാ നമുക്കാണെങ്കിൽ ഇന്നൊരു സ്റ്റണ്ട് റേസ് കളിച്ചാലോ? എന്ത് പറയണം, നീ വീട്ടിൽ ചുമ്മാ ഇരിക്കുകയല്ലേ? ഓടാ നമുക്കെന്തെങ്കിലും കളിക്കുക.
ആ ഞാനിപ്പോൾ വരാം. എവിടെ ലൊക്കേഷൻ എവിടെ? ലൊക്കേഷൻ ഞാൻ അയച്ചിട്ടുണ്ട്, നീ അങ്ങോട്ട് വാ. ഓ ഞാൻ പെട്ടെന്ന് ഇറങ്ങാം, ഇവിടെ ബോറടിച്ച് നിൽക്കുകയായിരുന്നു. ഓക്കെ. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അതൊക്കെ നീ വന്നിട്ട് പറയാം, ഫോണിൽ കൂടെ പറഞ്ഞാൽ ശരിയാവില്ല. നീ പെട്ടെന്ന് വാ. ഓ ഞാൻ വരാം. ഓക്കെ. ഇവിടെ ഇപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ലാമർ വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നേരത്തെ തന്നെ സ്റ്റണ്ട് റേസ് ആയിരിക്കും എന്നൊക്കെ. ഇന്ന് പിന്നെ എനിക്ക് സ്റ്റണ്ട് റേസ് കളിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ. നമുക്ക് വീട്ടിലൊന്നും പോകണ്ട, നേരെ സ്റ്റണ്ട് റേസിൻ്റെ ഏരിയയിലോട്ടോ. അവൻ പിന്നെയാണ് ലൊക്കേഷൻ ഞങ്ങളെ കഴിച്ചെന്ന്. ഇത് ഏകദേശം ഇവിടെ അടുത്ത് കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണിക്കണത്. കുറച്ച് താഴോട്ട് പോയിട്ട് എങ്ങോട്ടോ മുകളിലോട്ട് എന്തോ കയറി പോകണമെന്ന് തോന്നുന്നു. അയ്യോ ബെസ്റ്റ്. ഇവിടെ ഒരുത്ത എൻ്റെ വണ്ടിയുടെ സൈഡിൽ ഒന്ന് ഇടിച്ച്. ഇനി ഞാൻ അങ്ങനെ സ്റ്റണ്ട് റേസ് കളിക്കും? അയ്യോ പണിപ്പാളിയാ. എൻ്റെ വണ്ടിയുടെ ഡോറൊക്കെ താണ്ട പൊളിഞ്ഞുപോയി. അത് സാരമല്ല, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കെന്തായാലും ലാമറിനെ വിളിച്ചൊന്ന് പറയാം, ഒരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്യേ. എന്നിട്ട് നമുക്ക് ഈ വണ്ടി പോയി അങ്ങനെ നൈസായിട്ട് അങ്ങ് റിപ്പയർ ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വണ്ടികളൊക്കെ എന്തായാലും റിപ്പയർ ചെയ്തിട്ട് എന്തായാലും ആ ഒരു ലൊക്കേഷനിലും കാര്യങ്ങളൊക്കെ എന്തായാലും ഫുള്ളായിട്ട് എന്തായാലും പോവാം. ഓക്കെ. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അവൻ്റെ കൂടെ എന്തായാലും ചോദിക്കാം. ഓക്കെ ഗായ്സ്, എന്തായാലും ഇവിടെ ഇപ്പം എന്തായാലും ഞാൻ എന്തായാലും നമ്മുടെ സ്വിഫ്റ്റും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് എന്തായാലും റിപ്പയറും കാര്യങ്ങളൊക്കെ എന്തായാലും ചെയ്തിട്ട് എന്തായാലും ഉണ്ട് ഗൈസ്. ഓക്കെ. വണ്ടി ഇപ്പം ഫുള്ള് പുത്തൻ പോലെ എന്തായാലും ആയിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ. വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. വണ്ടിയുടെ 2 ഡോർ ഇളകിപ്പോയി, പിന്നെ ഇച്ചിരി ഡാമേജ് ഉണ്ടായിരുന്നു. ഓക്കെ. 2 ഡോറിനും ബാക്ക് ഡോറിനാണ് കൂടുതൽ ഡാമേജ് ഉണ്ടായിരുന്നത്. ഫ്രണ്ട് ഡോറിന് ചെറിയൊരു ചളുക്കേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്ക് ഡോർ പക്ഷെ ഫുള്ള് പോയി. ഓക്കെ. ബാക്ക് ഡോർ കംപ്ലീറ്റ് മാറ്റിയിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ. ഫ്രണ്ട് ഡോർ ഫുൾ അടിച്ച് റെഡിയാക്കി എടുത്തു. ഓക്കെ. ഞാൻ ഇവിടെ ഇപ്പം ഒരു 3 മണിക്കൂറും കണക്കെ ലേറ്റ് ആയിട്ടുണ്ട്. ഇനി അവൻ്റെ വാഗണ ചീത്തളയാക്കേണ്ടി വരും എന്തൊക്കെ. ഓക്കെ. ഇവിടെ ഒരു ലംബോർഗിനി കിടപ്പുണ്ട്. ഇതാണ് ഇനി അവൻ്റെ വണ്ടിയെന്ന് എനിക്കറിയണം. അവനാണെങ്കിൽ ഒരു പുതിയൊരു സൂപ്പർ കാറ് വാങ്ങിച്ചിരുന്നെന്ന് എൻ്റെ കൂടെ പറഞ്ഞിരുന്നു. ദൈവമേ, എൻ്റെതാണെങ്കിൽ സ്വിഫ്റ്റാണ്. ഓക്കെ. പക്ഷെ അങ്ങനെയല്ല ഗൈസ്, എൻ്റെ വണ്ടിയെന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് ചാട്ടോ അങ്ങനെ എല്ലാ സംഭവങ്ങളും ഈസി ആയിട്ട് കടക്കാൻ പറ്റും. ഓക്കെ. ഇപ്പം എൻ്റെ കാർ സത്യത്തിൽ ഒരു സ്പോർട്സ് കാറാണ്. ഓക്കെ. ഇത് റേസിന് അങ്ങനത്തെ സംഭവത്തിലൊക്കെ നേരെ ഓടിക്കാൻ പറ്റത്തുള്ളൂ. ഇവൻ്റെ വണ്ടിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. ഓക്കെ. എൻ്റെ അതിന് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എൻ്റെത് കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഫുള്ള് വിൻഡോ ടിൻ്റെ കയറ്റി ലൈറ്റൊക്കെ ഫുള്ള് മാറ്റി വേറൊരു ലൈറ്റ് വെച്ച് അതിൻ്റെ മണ്ടയ്ക്കൂടെ പിന്നെ മാസ്കും ചെയ്തിട്ടുണ്ട്. ഓക്കെ. മാസ്ക് എന്ന് വെച്ചാൽ ഞാൻ ഫുള്ളായിട്ട് സ്മോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ. ഒരു സ്റ്റിക്കർ പോലത്തെ സാധനം വെച്ച് സ്മോക്ക് ചെയ്തിട്ടുണ്ട്. അടിയിലൊക്കെ കുറച്ച് മാറ്റം വരുത്തി കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. പക്ഷെ അവൻ്റെത് കുറച്ചെന്തോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ. അവൻ്റെ കാണാൻ നല്ല രസമുണ്ട്. ഓക്കെ. അവൻ്റെ ലംബോർഗിനി ഹുറാക്കനാണ്. ഓക്കെ. എൻ്റെ പിന്നെ മാരുതി സുസുക്കി സ്വിഫ്റ്റ് 2024 മോഡലാണ്. ഓക്കെ. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, പക്ഷെ അവനെ കാണാനല്ലേ ഇപ്പോഴും ഇതാണ് പ്രശ്നം. ഓക്കെ. അവ എവിടെയെങ്കിലും പോകും. ഓക്കെ. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. അവ എന്തായാലും എങ്ങോട്ടെങ്കിലും നല്ല ചായ മെല്ലാം കുടിക്കാൻ പോയതായിരിക്കും. ഓക്കെ. എടാ അളിയാ, നീ വന്നോടാ? നീ എപ്പോഴാടാ വന്നത്? ഞാൻ നിന്നെ കണ്ടൊന്നുമില്ലായിരുന്നു. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. നിന്റെ വണ്ടി ഏതാ അളിയാ? എൻ്റെ വണ്ടിക്ക് ഞാൻ കാണിച്ചുതരാം. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ നമ്മുടെ ലാമറിങ്ങാനൊക്കെ നൈസായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ. എടാ വണ്ടി കാണിക്കടാ. വാ. നിന്റെ വണ്ടി പിന്നെ ലംബോർഗിനി അല്ലേ? യെസ്, മൈ വണ്ടി ഈസ് ലംബോർഗിനി ഹൊറാക്കാൻ. അറിയാടാ, ഞാനിത് പൊട്ടനെന്നാണ് വിചാരിച്ചേക്കണ. അല്ല, നിന്റെ വണ്ടി എവിടാ? ഇതാ കിടക്കണ സ്വിഫ്റ്റ്. ഈ പൊട്ട വണ്ടിയാ? എടാ ഇതാടാ നീ റേസിന് കാലൊക്കെ ഉപയോഗിക്കാൻ പോണ? റേസാ? എടാ പൊട്ട, ഇത് റേസിലാടാ, സ്റ്റണ്ട് റേസറാ. അതെനിക്ക് അറിയാടാ. എന്നാലും വളരെ നാണക്കേടായി പോയടാ. ഇങ്ങനത്തെ ഒരു വണ്ടി വെച്ചാടാ നീ റേസ് കളിക്കാൻ പോണ? ഞാൻ ഇത് വെച്ചെന്നെ കളിക്കുക, അതിനെന്ത്? എൻ്റെ വണ്ടിക്ക് ഒരു കുഴപ്പമില്ല. ഓക്കെ. നിൻ്റെ വണ്ടിയേക്കാൾ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് എൻ്റെ വണ്ടിക്ക്. എടാ ഈ റേസിന് സ്പീഡല്ലടാ വേണ്ടത്. പിന്നെ എടാ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു നല്ല വണ്ടിയാണ് വേണ്ടത്. നിൻ്റെ വണ്ടിക്ക് തീരെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ല. ഓക്കെ. എന്ന് പറയാൻ ലംബോർഗിനിയെ കുറ്റം പറയണമല്ല, ലംബോർഗിനി ഒരു കിടിലൻ കാറാണ്, നല്ല സ്പീഡുണ്ട്. പക്ഷേ ഇതൊക്കെ റേസിന് യൂസ് ചെയ്യേണ്ട കാറാണ്. നീ ലംബോർഗിനിയുടെ ഉറൂസ് കൊണ്ടുവരുന്നത് എനിക്ക് ഈസി ആയിട്ട് ജയിക്കാണ്. പക്ഷേ നിൻ്റെ കയ്യിൽ ഉറൂസ് ഇല്ലല്ലോ. എടാ നിൻ്റെ വണ്ടി ഒരു സാധാ വണ്ടിയാണെന്ന് വെച്ച് നീ എന്തിനാടാ എൻ്റെ വണ്ടിയെ കുറ്റം പറയണ? എന്തിനാടാ എൻ്റെ വണ്ടിയെ വെച്ച് നീ കുറ്റം പറയണ? നിൻ്റെ വണ്ടിയെ കുറ്റം പറഞ്ഞെന്നല്ലേ, ഞാൻ പറയേണ്ടത് പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ മനസ്സിൽ വെച്ചിരിക്കുക എന്നൊന്നും തന്നെ ഇല്ല. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പോൾ നമ്മുടെ റേസ് സ്റ്റാർട്ട് ചെയ്താലേ?
എടാ നീ എവിടെയാടാ കയറി പോണത്? എടാ ബാക്കി റൂൾസ് എന്തൊക്കെയാണെന്ന് പറയടാ. ആ അത് ഞാൻ പറയാൻ പറഞ്ഞേ. ഈ റേസ് ആണെങ്കിൽ പിന്നെ ഒരു കമ്പനികളൊക്കെ നടത്തണതാണ്. ഓക്കെ. ആ ഓക്കെ. അല്ല ആ കമ്പനിയുടെ ടീം എവിടെ? അവർ മുകളിൽ എവിടെയാണ് നിൽക്കണം? അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഇപ്പം ഏറ്റവും ആദ്യം ആരാണ് ഏറ്റവും മണ്ടയ്ക്കുന്ന ആ ഒരു ഫുള്ളായിട്ടുള്ള ആ ഒരു ഫാൻ പോലത്തെ ആ ഒരു സാധനമൊക്കെ വന്ന് കറങ്ങി കറങ്ങി കറക്റ്റായിട്ട് ചാടി ഏറ്റവും ആദ്യം ഇവിടെ ആരാണ് എത്തണം അവർ ജയിക്കും. ഓക്കെ. ആ പിന്നെ ഈ ഒരു റേസിലിങ്ങളൊക്കെ ജയിക്കുകയാണെങ്കിൽ നിനക്ക് $100 മില്യൺ ഗിഫ്റ്റായിട്ട് കിട്ടണം. ഓ $100 മില്യൺ. ഓക്കെ ഓക്കെ. ആ പിന്നെ $100 മില്യൺ മാത്രമല്ല, നമ്മൾ ഫ്രണ്ട്സല്ലേടാ, നമ്മൾ എപ്പോഴും ഇതേപോലെ പൈസ മാത്രമല്ലല്ലോ ബെറ്റ് വയ്ക്കാ ഇരിക്കണം. നമ്മൾ കാറും കൂടെ ബെറ്റ് വയ്ക്കൂലേ, അതുകൊണ്ട് കാറും കൂടെ ബെറ്റ് വയ്ക്കണം. ഓ മനസ്സിലായി. അഥവാ ഞാൻ അങ്ങനെ തോറ്റാലും എൻ്റെ സ്വിഫ്റ്റ് കിട്ടാനല്ലേ. മനസ്സിലായടാ കള്ള. എടാ എനിക്ക് നിൻ്റെ സ്വിഫ്റ്റ് വേണമെന്നല്ല, നമ്മൾ ഫ്രണ്ട്സ് ആകുമ്പോൾ നമ്മളും കൂടെ ഒരു ബെറ്റ് വയ്ക്കണ്ട, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ ശരി, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പം ഞാൻ ജയിച്ചാലാ ഞാൻ എൻ്റെ ലംബോർഗിനി നിനക്ക് തരും. അപ്പം ഞാൻ തോറ്റാലാ നീ നിൻ്റെ സ്വിഫ്റ്റ് എനിക്ക് തരണം. ഓക്കെ, ഞാൻ അക്സെപ്റ്റ് ചെയ്ത്. ഓക്കെ, അപ്പോൾ റേസ് കളിക്കാം. ഓക്കെ. അപ്പോൾ അവരാണെങ്കിൽ ഇവിടെ അനൗൺസുകളൊക്കെ ചെയ്യും. അപ്പോഴാണെങ്കിൽ നീ ആണെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് പോകണം. ഓക്കെ എനിക്ക് മനസ്സിലായി. അല്ല ഈ വണ്ടികളെങ്ങനെ നമ്മൾ മുകളിലെത്തിക്കും? ആ അത് പോകാൻ എളുപ്പമാണ്, അത് ബാക്കി കൂടെ ഒരു വഴിയൊക്കെ ഉണ്ട്. ആ നമുക്കെന്തായാലും ഇപ്പോൾ വണ്ടിയും കൊണ്ടൊക്കെ നേരെ മുകളിലോട്ട് പോവാം. ആ ശരിയടാ പോവാം. ഓക്കെ ഗായ്സ്, എന്നാലും ഇവിടെ ഇപ്പം എന്തായാലും ഗൈസ് ഞാനും ലാമറും കൂടെ എന്തായാലും മുകളിൽ കയറലൊക്കെ എത്തിയിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, അപ്പം ഞങ്ങൾ രണ്ടുപേരും എന്തായാലും റേസ് കയറലൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകണം. ഓക്കെ, സ്റ്റണ്ട് റേസ് കയറലൊക്കെയാണ്, സാധാ റേസ് അല്ല. ഓക്കെ, എന്തായാലും ഞാൻ തന്നെ ഈ റേസിന് എന്തായാലും ഉറപ്പായിട്ടും ജയിക്കും ഗൈസ്, അതിന് 100% ഉറപ്പാണ്. ഓക്കെ. അങ്ങനെ ആര് പറഞ്ഞേ? ഈ റേസിന് ഞാനേ ജയിക്കത്തുള്ളൂ, നീ ജയിക്കത്തില്ല, കാരണം നിൻ്റെ കയ്യിലുള്ളത് ഒരു സാധാ കാറാണ്. എടാ ആരടാ അങ്ങനെ പറഞ്ഞാൽ? നിൻ്റെ വണ്ടിയേക്കാൾ ഗ്രൗണ്ട് ക്ലിയറൻസ് എൻ്റെ വണ്ടിക്കാണെടാ. ആ പിന്നെ നിൻ്റെ വണ്ടി ഒരു സാധാ വണ്ടിയാണെന്ന് പറഞ്ഞാണ് നീ എന്നെ കുറ്റം പറയണം. നിൻ്റെ വണ്ടി എനിക്ക് കിട്ടുകയും ചെയ്യും, പിന്നെ ആ 100 മില്യനും എനിക്ക് കിട്ടും. നോയിക്കോടാ. ഓ അതെനിക്കേ കിട്ടും, നീ പോടാ. നിൻ്റെ ലംബോർഗിനിയും കിട്ടും, ആ 100 മില്യനും എനിക്ക് കിട്ടും. ഓ ശരി, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. നമുക്കിപ്പോൾ റേസ് സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും ഞാൻ തന്നെ ഈ റേസിന് ഉറപ്പായിട്ട് ജയിക്കും. നീ പോടാ, ഞാനേ ഈ റേസിന് ജയിക്കും. അതൊക്കെ അത്രേ ഉള്ളൂ അല്ലേ ഗൈസ്? ഓക്കെ, അപ്പം ഞാനേ ഈ റേസിന് ജയിക്കോ? അപ്പം ശരി. ഓ പോടാ, ഞാനേ ഈ റേസിന് ജയിക്കോ? എന്തെങ്കിലുമൊക്കെ ആവട്ടെ. വാ നമുക്കിപ്പോൾ റേസ് സ്റ്റാർട്ട് ചെയ്യാം. അനൗൺസ് ചെയ്തോ? ഊണമൗത്ത് ഗെറ്റ് സെറ്റ് ഗോ. ഓക്കെ, ഇവിടെ ഇപ്പം ഫസ്റ്റ് റേസും കയറലൊക്കെ എന്തായാലും എൻ്റെയാണ്. എന്താവും എന്തോ ഒരു പിടിയും തന്നില്ല. ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് റൗണ്ടുകളൊക്കെ എൻ്റെയാണ്. കുറച്ച് സ്പീഡിൽ പോകണമെന്ന് തോന്നുന്നു, മിക്കവാറും അവനായിരിക്കും ജയിക്കണത്. അയ്യോ നേരത്തെ വണ്ടി പൊളിഞ്ഞതേ ഉള്ളൂ അമ്മച്ചി. ആ ബെസ്റ്റ് വണ്ടി ഇതാണ്ട ആ ഫാന് പോലത്തെ സാധനത്തെ ഒന്ന് ഇടിച്ച് വണ്ടി ഫുള്ള് പൊളിഞ്ഞു പോയി ഗൈസ്. അയ്യോ അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. നമുക്കിപ്പോൾ എന്തായാലും റേസിങ്ങനൊക്കെ മാക്സിമം ജയിക്കാനായിട്ട് നോക്കാം ഗൈസ്. ഓക്കെ, ചിലപ്പോഴേ റേസിന് ജയിക്കത്തുള്ളൂ. ഓക്കെ, എനിക്കറിയത്തില്ല. ഓക്കെ, നമുക്കെന്തായാലും ഈ റേസിങ്ങനൊക്കെ ഒന്ന് ജയിച്ച് നോക്കാം. ഓക്കെ, അയ്യോ ഈ റേസിന് ജയിക്കണേ, അവന് ചാൻസ് പോലും ഗൈസ് കിട്ടല്ലോ. ഓക്കെ, അയ്യോ ഞാനിവിടെ അടിയിലേക്ക് വീണ് പണി. ഓക്കെ, ഇവിടെ ഇപ്പം സെക്കൻഡ് റൗണ്ട് കയറലൊക്കെയാണ്. ഓക്കെ, ഇതെൻ്റെ ചാൻസ് കയറലൊക്കെയാണ്. ഓക്കെ, പാവം ഗൈസ് നമ്മുടെ CJയും കയറലൊക്കെ വലിയ ഡയലോഗൊക്കെ അടിച്ചിട്ട് പോയതാണ്, പക്ഷെ അവൻ വീണ് പോയി ഗൈസ്, പാവം. ഓക്കെ, പാവം ഗൈസ്, അവൻ എന്തൊക്കെയോ ചെറിയ സീനും കാലൊക്കെ പറ്റി, അവൻ എന്തായാലും താഴെ കിടക്കുകയാണ്. ഓക്കെ, കിടക്കട്ടെ, അവൻ്റെ കൈയും കാലൊക്കെ ഒടിഞ്ഞ് പണ്ടാറടങ്ങിയെന്ന് തോന്നുന്നു. അയ്യോ അവൻ്റെ കൈയും കാലൊന്നും ഒടിഞ്ഞ് പോണേ. പാവം ഗൈസ്, CJയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായെന്ന് തോന്നുന്നു. ഓക്കെ, അയ്യോ ഞാനിവിടുത്തെ തറയെ പോയേ. അയ്യോ പണിപ്പാളി ഗൈസ്, അവൻ എത്രയ്ക്കും പറയണ്ടായിരുന്നു. അടിപൊളി. എൻ്റെ അമ്പോ ഒട്ടും വയ്യ. അയ്യോ ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പം ഞാൻ തിരിച്ചു വന്നേക്കാണ്. ഓക്കെ, ആരും പേടിക്കണ്ട, ഞാൻ ചത്തിട്ടൊന്നുമില്ല ഗൈസ്. ഓക്കെ, എൻ്റെ നടുവൊന്ന് ഉളുക്കി ഗൈസ്. ഓക്കെ, പാവല്ലേ ഗൈസ് നമ്മുടെ CJയുടെ നടു ഉളുക്കി ഗൈസ്. എൻ്റെ അമ്പോ എൻ്റെ ബാക്കൊക്കെ പോയി ഗൈസ്. എൻ്റെ മോന്തയും സ്റ്റിയറിങ്ങിൽ കൊണ്ടിടിച്ച് ഇത്ര ഇടി ഉണ്ടായിട്ട് പോലും വണ്ടി ഈസി ആയിട്ട് അവർ ശരിയാക്കിയെടുത്ത്.
വണ്ടി ചപ്പി ഒരു പരുവായി, പക്ഷെ അത് ശരിയാക്കി എടുത്ത്. പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല ഗൈസ്, നമ്മുടെ ആ ലാമറും വീണിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഗൈസ്, ആരും പേടിക്കേണ്ട ആവശ്യമില്ല ഗൈസ്. ഞാനും ചത്തിട്ടില്ല ഗൈസ്. ഓക്കെ, ഞാനും ജീവനോടെ തന്നെ ഉണ്ട് ഗൈസ്. ഓക്കെ, വേറെ കുഴപ്പമൊന്നുമില്ല. എൻ്റെ മോന്തയ്ക്ക് കുറച്ച് ഇടിയിട്ടതേ ഉള്ളൂ അവനെപ്പോലെ. എൻ്റെ വണ്ടി ഇവിടെ ശരിയാക്കിയെടുത്ത്. അപ്പം ശരിയടാ, സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യും. എന്തായാലും നീ ഏത് റൗണ്ടിൽ കളിക്കാൻ പോയാലും ഞാൻ തന്നെ റേസിനെ ജയിക്കടാ. അല്ല CJ, നിനക്ക് ഒരിക്കലും ജന്മത്തിൽ പോലും ജയിക്കാൻ പറ്റത്തില്ലടാ. ഓ നമുക്ക് കാണാടാ. ഞാനാടാ ഈ പറയണത്, നിനക്ക് ജയിക്കാൻ പറ്റത്തില്ല. നിനക്ക് ഒന്നാതെ വയ്യ. ഓ നിനക്ക് വയ്യല്ലോ. ഞാൻ നല്ല സുഖമായിട്ട് നീ റേസിന് ജയിക്കും, നോക്കിക്കോ. ഓ നമുക്ക് കാണാം. ഓൺ എ മൗത്ത്, ഗെറ്റ് സെറ്റ്, ഗോ. ഓക്കെ, ഇവിടെ ഇപ്പോൾ പിന്നെ അനൗൺസുകളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് വണ്ടികളൊക്കെ എടുക്കാം. ഇപ്രാവശ്യം കുറച്ച് സൂക്ഷിച്ച് വേണം പോവാൻ. വണ്ടി അങ്ങ് ചാടി അങ്ങ് പോവുകയാണ്. വലിച്ച് ആക്സിലേഷനൊക്കെ മതി ഗൈസ്. ഓക്കെ, ആക്സിലേഷൻ കൊടുക്കണമെന്നില്ല. ഓക്കെ അമ്മച്ചി, ബെസ്റ്റ്. പിന്നെയും മറ്റേ വൃത്തിയായിട്ട ഫാനൊന്ന് ഇടിച്ച് ഞാൻ പിന്നെയും തട അടിയിൽ പോകണം. നല്ല ഓക്കെ, ഇവിടെ ഇപ്പോൾ അടുത്തത് എൻ്റെ ടേണും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നിങ്ങളാരും പേടിക്കണ്ട, എനിക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പാവം ഗൈസ്, നമ്മുടെ CJ ആണെങ്കിൽ പിന്നെയും വീണിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, അതെന്തൊക്കെയൊക്കെ ആവട്ടെ, അവൻ ചത്തിട്ടൊന്നുമില്ല. ഓക്കെ, അവൻ്റെ തല പിന്നെയും കൊണ്ട് ഇടിച്ചിട്ടുണ്ട്. ഓക്കെ, മിക്കവാറും അവൻ പിന്നെയും കൈയും കാലം ഒടിഞ്ഞ് കിടക്കേണ്ടി വരും. ഓക്കെ, പ്രാവശ്യം ഞാൻ കൂടുതൽ പറയണില്ല, അങ്ങനെയാണ് ഈ കഴിഞ്ഞ പണി കിട്ടിയത്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഓക്കെ, ഇവിടെ ഇപ്പോൾ അവർ അനൗൺസ് ചെയ്യുന്നതാണ്. ഓണമൗത്ത്, ഗെറ്റ് സെറ്റ്, ഗോ. ഓക്കെ, ഇവിടെ ഇപ്പം എന്തായാലും അനൗൺസിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട്. അധികം ബ്രേക്ക് വേണ്ട. നേരത്തെ സ്പീഡും കൂടെ കുറഞ്ഞാണ് ആ ഫാനിൽ കൊണ്ടിടിച്ച് ഞാൻ നേരെ അടിയിലേക്ക് പോയത്. ഇപ്രാവശ്യം അങ്ങനെ ഒരു സംഭവം വരല്ലേ. വണ്ടി പൊളിഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ എനിക്ക് വേറെ പണി കിട്ടല്ലേ. അയ്യോ, പണി പാളാൻ ചാൻസ് ഉണ്ട് ഗായ്സ്. ഇല്ല, ഓ ദൈവമേ, അയ്യോ ഈ ഫാനിൽ കൊണ്ടിടിക്കല്ലേ. ഈ ഫാനാണ് ഇച്ചിരി സീന്. വേറെ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല ഈ റേസിനൊക്കെ. ഇവിടെ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ പോകണുണ്ട്, എന്നാലും വണ്ടിക്ക് വലിയ കൺട്രോളും കാര്യങ്ങളൊന്നും തന്നെ കെട്ടണില്ല. ഓക്കെ, അയ്യോ കഷ്ട. ഓക്കെ ഗായ്സ്, അയ്യോ ഞാൻ പിന്നെ തിരിച്ചു വന്നേക്കാണ് ഗൈസൊക്കെ. എനിക്ക് പിന്നെ ഇപ്രാവശ്യവും നല്ല 8ൻ്റെ പണി കിട്ടിയൊക്കെ, പക്ഷെ വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ലാമറിനെ വെല്ലുവിളിച്ചതിനുള്ള പണിയായിരിക്കും. പക്ഷെ കുഴപ്പമില്ല, അവനും ജയിച്ചിട്ടൊന്നുമില്ല ഗൈസൊക്കെ. അവനും രണ്ടാമത്തെ വട്ടത്തിൽ നേരെ കൊണ്ടിടിച്ച് അവനും അവിടെ ബോധം കെട്ട് കിടക്കുകയാണ്. ഓക്കെ, അവൻ താഴെ എന്തോ കിടക്കുകയാണ്. ഓക്കെ, അതും കൂടെ നോക്കാൻ പോകണം. അതിനു മുമ്പായിട്ട് ഈ ഒരു റേസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കംപ്ലീറ്റ് ആക്കണം. ഈ ഒരു സ്റ്റണ്ട് റേസുകളൊക്കെ കംപ്ലീറ്റ് ആക്കണം. എന്നാൽ നമുക്ക് $100 മില്യൺ കിട്ടണം. അത് മാത്രമല്ല, അങ്ങനെ വേറെ കുറേ സംഭവങ്ങൾ കിട്ടുന്നതാണ് ഗൈസ്, അതുകൊണ്ടാണ്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. നമുക്ക് എന്തായാലും ഈ ഒരു റേസുകളൊക്കെ ഇപ്പോൾ കളിച്ചു നോക്കാം. ഓക്കെ, സ്റ്റണ്ട് റേസാണ്. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇങ്ങനെ ഒരു പണിയാണ് കിട്ടിയത്. ഓക്കെ, ഇപ്രാവശ്യം അതുകൊണ്ട് ശ്രദ്ധിച്ചാൽ കളിക്കാം. ഓക്കെ, വണ്ടി പൊളിഞ്ഞാലും കുഴപ്പമില്ല. അയ്യോ ഗായ്സ്, പിന്നെ എനിക്ക് നല്ല 8ൻ്റെ പണി കിട്ടി. ഓക്കെ ഓക്കെ ഗായ്സ്, ഇവിടെ ഇപ്പം എന്തായാലും ഗായ്സ് ഞാനാണെങ്കിൽ പിന്നെ വന്നേക്കാണ് ഗായ്സ്. അയ്യോ ഒട്ടും വയസ്സ്, രണ്ടാമത്തെ ഓട്ടവും നല്ല ഇടി കിട്ടി. ഓക്കെ, പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല, എനിക്കും അവനും ഒരു ചാൻസ് കൂടെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിൽ അവൻ്റെ ചാൻസ് എന്തായാലും പോയിട്ടുണ്ട്. അയ്യോ, എങ്ങനെയെങ്കിലും ഇതിലൊന്ന് ജയിച്ചാൽ മതി ഗൈസ്. ഓക്കെ, അവൻ എന്തായാലും തോറ്റിട്ടുണ്ട്. ഇനി അവന് റേസിന് കളിക്കാനേ പറ്റത്തില്ല, അവൻ ഡിസ്ക്വാളിഫൈഡ് ആയി പോയിട്ടുണ്ട്. ഓക്കെ, ഒരാൾക്ക് മാക്സിമം 3 ചാൻസേ തരത്തുള്ളൂ എല്ലാ റേസിലും. വലുതാണെങ്കിൽ കുറച്ചുകൂടെ കിട്ടും. ഓക്കെ, പക്ഷെ കുഴപ്പമില്ല, അവൻ എന്തായാലും തോറ്റിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, ഇപ്പം നമുക്കെന്തായാലും ഇവിടെ ഇപ്പം റേസിന് കളയാൻ ചെയ്യാം, വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, തലയ്ക്കൊക്കെ നല്ല ഇടി കിട്ടി. വണ്ടി റെഡി ആയിട്ടുണ്ട്, വണ്ടി കുറച്ചുകൂടെ ശരിയാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവരെന്തായാലും ടൈം സ്റ്റാർട്ട്സ് നൗ പറയട്ടെ. ഓക്കെ, ഗെറ്റ് സെറ്റ്, ഗോ. ഓക്കെ, ഇവിടെ ഇപ്പം എന്തായാലും അവരെന്തായാലും പറഞ്ഞിട്ട് എന്തായാലും ഉണ്ട്. വണ്ടി ശ്രദ്ധിച്ചൊക്കെ ഇറക്കുക. വണ്ടി ഇതേപോലത്തെ ഒരു സീൻ വരുമ്പോഴാണ് വിടേണ്ട. വണ്ടി ബ്രേക്ക് വണ്ടിക്ക് തീരെ കിട്ടുന്നില്ല, അതാണ് സീൻ. ഓക്കെ, വേറെ ഒരു കുഴപ്പമൊന്നും തന്നെ ഇല്ല ഗൈസ്. ഓക്കെ, വണ്ടിക്ക് തീരെ ബ്രേക്ക് കിട്ടണില്ല എന്നുള്ളൂ. ഇതേപോലെ ബ്രേക്ക് പിടിച്ച് പോവാം. ഓക്കെ,
നമുക്കപ്പോൾ നൈസായിട്ട് എന്തായാലും പോവാം. ഓ ഫാനിലൊന്നും ഇടിക്കാതെ ഒന്ന് ഇരുന്നിരുന്നെങ്കിൽ ഇച്ചിരി നല്ലതായിരുന്നു. ഓക്കെ, ഭയങ്കര പാടാണ് ഈ വണ്ടിയും കൊണ്ട് പോകാനായിട്ട്. ഓക്കെ ഓക്കെ, അതും കൂടെ ഞങ്ങളങ്ങനെ കടന്നിട്ടുണ്ട്. ഇച്ചിരി പാടാണ് ഈ റേസ്. ഓക്കെ, വിചാരിക്കണ പോലെയല്ല, ഭയങ്കര ബ്രേക്ക് പിടിച്ചിട്ടൊക്കെ പോകാനായിട്ട് പാടാണ്. ഓക്കെ, അവൻ്റെ വണ്ടി പിന്നെ എന്താന്ന് ഭയങ്കര തെന്നി അങ്ങ് പോകാൻ വേണം. ഓക്കെ, എനിക്കെങ്കിലും ഇത്തിരി ഒന്ന് ജയിക്കാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഓക്കെ, ഭയങ്കര ടഫാണ് കേസ് ഈ ഒരു റേസും കാര്യങ്ങളും. ഓക്കെ ഓക്കെ, നിങ്ങൾ വിചാരിക്കണ പോലെ അല്ല, ഭയങ്കര ടഫ് റേസാണ്. ഓക്കെ ഓക്കെ, എന്തൊക്കെ പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഏകദേശം ഞാൻ ജയിക്കാറായിട്ടെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, പക്ഷേ ജയിച്ചിട്ട് നമുക്ക് കാണാൻ കേസ്. ഓക്കെ, അയ്യോ ഇതൊക്കെ എന്തൊരു, അയ്യോ എൻ്റെ വണ്ടിയുടെ ഡോറും കൂടെ ഇളകിപ്പോയി. ഓ എല്ലാ ഫാനും കടന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇപ്പോൾ ഏകദേശം റേസിന് ജയിക്കാറൊക്കെ 100% ഉറപ്പിച്ച് ഞാൻ തന്നെ ഈ ഒരു റേസിന് ജയിക്കും ഗൈസ്. ഓക്കെ യെസ് ഗൈസ്, ഞാനങ്ങനെ എങ്ങനെയൊക്കെയോ ഒരു പാടുപെട്ട് ഗൈസ് ഈ ഒരു റേസിനുകളൊക്കെ ജയിച്ചേക്കാണ്. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ, ഈ റേസിന് ജയിച്ചല്ല അത് മതി. ഓക്കെ, അങ്ങനെ ഗൈസ് ഫൈനലി ഗൈസ് ഞാനങ്ങനെ ഈ ഒരു റേസിനും കാര്യങ്ങളൊക്കെ ഫൈനലി അങ്ങനെ ജയിച്ചേക്കാണ്. വലിയൊരു ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു സ്റ്റണ്ട് റേസ്. ഓക്കെ, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഓക്കെ, ഈ റേസിന് ജയിച്ചല്ലോ. ഓക്കെ, പാവം ഗൈസ്, നമ്മുടെ സീജയുടെ വണ്ടിയാണ് ഈ കിടക്കണത്. ഓക്കെ, അത് ഫുള്ളായിട്ട് തവിട് പൊടിയിട്ടുണ്ട്. ആ വണ്ടിയുടെ എൻജിനൊക്കെ ഫുള്ള് പോയേക്കാണ്. ഇവരെന്തോ നോക്കാനായിട്ട് ഇവിടെ കൊണ്ടിട്ടിരിക്കുകയാണ്. പക്ഷെ അതിന് ചെയ്തിട്ടൊരു കാര്യമല്ല, ആ വണ്ടീനെ എൻ്റെ സ്വന്തമാണ്. ഓക്കെ, എൻ്റെ ലംബോർഗിനി ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, പക്ഷെ ഇതിന് വേറെ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. ഓക്കെ, അപ്പം നിങ്ങൾക്കിപ്പോൾ ചെറിയൊരു സംശയം കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ടായിരിക്കും, എങ്ങനെയാണ് ഇത്രയും നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്രൊഫഷണൽ ഡ്രൈവറായിട്ടുള്ള സീജെ തോറ്റത് എങ്ങനെയാണെന്നൊക്കെ. സത്യത്തിൽ ഗൈസ് എന്നെക്കാട്ടും നന്നായിട്ട് വണ്ടി ഓടിക്കാൻ അറിയാം ഗൈസ് നമ്മുടെ സീജയ്ക്കൊക്കെ. സത്യത്തിൽ ഗൈസ് ഇതെന്ന് വെച്ചാൽ ഗൈസ് എൻ്റെ വകയുള്ളൊരു ട്രാപ്പാണ്. ഓക്കെ, എന്താണ് സംഭവം എന്നും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും പറഞ്ഞെന്തായാലും തരാം ഗൈസ്. ഓക്കെ, അപ്പം ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. അപ്പം വലിയൊരു കഥ പോലെ ഞാൻ എന്തായാലും പറഞ്ഞെന്തായാലും തരാം ഗൈസ്, ഞാൻ എന്ത് പണിയാണ് നമ്മുടെ സീജയ്ക്ക് കൊടുത്തത്. ഓക്കെ, സത്യത്തിൽ സീജെ തന്നെത്താനെ തോറ്റതല്ല. ഓക്കെ, ഞാൻ ഒരു സംഭവം ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സീജെ തോറ്റത്. ഓക്കെ, അപ്പോൾ അതൊരു കഥ പോലെ ഞാൻ എന്തായാലും പറഞ്ഞെന്തായാലും തരാം ഗൈസ്. ഓക്കെ, ഓക്കെ ഗൈസ്, എന്തായാലും ഇവിടെ ഇപ്പം എന്തായാലും ഗൈസ് ഞാനെന്തായാലും ഏതാണ് ഇവിടെ എന്തായാലും നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഞാൻ നിൽക്കണതെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമായിരിക്കും. ഞാനാണെങ്കിൽ ഇന്നാണെങ്കിൽ സീജെ ആയിട്ടൊരു വലിയൊരു സ്റ്റണ്ട് റേസ് ബെറ്റ് പോലത്തെ ഒരു സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്നാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന ഒരു വലിയൊരു സ്റ്റണ്ട് റേസുകളൊക്കെ നടക്കുകയാണ്. ഓക്കെ, അപ്പം എല്ലാ റേസിനും ഗൈസ് അവനാണ് ജയിക്കണം. ഓക്കെ, അപ്പോൾ ഒരു റേസിനെങ്കിലും എനിക്ക് ജയിക്കണമല്ലോ. ഓക്കെ, ഞാൻ കൊണ്ടുവന്ന വണ്ടി പിന്നെ ലംബോർഗിനിയും കൂടെ ആണ്. ഓക്കെ, ആ വണ്ടി ചീസയായിട്ട് ജയിക്കാനായിട്ട് പറ്റും. ഓക്കെ, അതെനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എന്നാലും ചിലപ്പോൾ നമ്മൾ തോറ്റു പോയല്ലോ, അതുകൊണ്ട് അവനിട്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു ട്രാപ്പ് പോലെ എന്തെങ്കിലും വെക്കേണ്ട കേസ്. ഓക്കെ, അതുകൊണ്ടാണ്. ഓക്കെ, അതുകൊണ്ട് ഞാനാണെങ്കിൽ അവനെ ഇപ്പം ഇവിടെ വിളിച്ചു വരുത്തിയിരുന്നാലും ഉണ്ട്. ഓക്കെ, സാധാരണ ഇതേപോലെ എന്തെങ്കിലും സൺറൈസ് ഇതേപോലെ വെച്ചിട്ട് ഞാനാണെങ്കിൽ നേരത്തെ വരും, എന്നിട്ട് ഞാൻ വല്ല ചായയോ വല്ല കഴിക്കാനല്ല വല്ല കടയിലും വല്ല പോകും. ഓക്കെ, പക്ഷേ ഞാനാണെങ്കിൽ വണ്ടിയുടെ അടുത്തുനിന്ന് മാറി നേരെ നമ്മൾ കളിക്കണ സൺറൈസിൻ്റെ സൈഡിലുള്ളൊരു സ്ഥലത്ത് ഇങ്ങനെ കയറി നിൽക്കുകയാണ്. ഓക്കെ, നമ്മുടെ സീജെ ഇപ്പോൾ ഇതിൻ്റെ നടുക്കിൽ കൂടെ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോയുള്ളൂ, അപ്പം നമ്മളെ കാത്ത് നിൽക്കണമായിരിക്കും. ഓക്കെ, ഇനി ഞാൻ ചെയ്യണം എന്താ നിങ്ങൾ വിചാരിച്ചു. ഓക്കെ, സീജങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ വന്നിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ ഓക്കെ, അവനെന്തായാലും അവിടെ എന്തോ നിൽക്കുകയാണ്, നമ്മളൊന്നും നോക്കണില്ല ഗൈസ്. ഒരു ഗണ്ണെടുക്കുകയാണ്. നമ്മുടെ സീജയുടെ വണ്ടിയുടെ ബ്രേക്ക് നമുക്ക് ഇപ്പോൾ തന്നെ അങ്ങ് നശിപ്പിക്കാം ഗൈസ്. ഓക്കെ, ബ്രേക്കും പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ഡാമേജ് ആക്കാം. ഓക്കെ, അപ്പോൾ അവനെന്തായാലും നേരെ ബ്രേക്ക് പിടിച്ച് റേസ് നേരെ കളിക്കാൻ പറ്റുള്ളൂ. ഇതാണെങ്കിൽ ഭയങ്കര പാടുള്ള റേസാണ്. ഇതിൽ നല്ല രീതിക്ക് എന്തായാലും ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഇട്ടാലേ നമുക്ക് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്കിപ്പോൾ ഈ വണ്ടിയുടെ ബ്രേക്ക് ഫുള്ളായിട്ട് നമുക്ക് അടിച്ചെന്നാലും പൊട്ടിക്കാൻ ഗൈസ്. ഓക്കെ, ഇതൊക്കെ അത്രയേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ഇതിൻ്റെ ബ്രേക്കുകളൊക്കെ എല്ലാം ഞാൻ എന്തായാലും നശിപ്പിച്ചിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ,
ഇനി സീജയ്ക്ക് നേരെ കളിക്കാനൊന്നും തന്നെ പറ്റത്തൊന്നും തന്നെ അല്ല. ഓക്കെ, ഇനി നമുക്ക് ബാക്കിൽ കൂടെ കയറി അവൻ്റെ ഫ്രണ്ടിൽ ആക്ട് ചെയ്ത് എന്തായാലും റേസും ബാക്കി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഓക്കെ, ഹ ഹ ഹ ഹ ഹ ഹ. ഈ ലാമറിൻ്റെ കൂടെയാണ് അവൻ്റെ കളി. ഓക്കെ ഗായ്സ്, എന്തായാലും ഇവിടെ ഇപ്പം എന്തായാലും ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായെന്ന് എന്തായാലും ഞാൻ എന്തായാലും വിശ്വസിക്കുന്നു. സത്യത്തിൽ ഗൈസ് നമ്മുടെ സീജയും കാറിലൊക്കെ തന്നെത്താനെ തോറ്റതല്ല. ഓക്കെ, അതേപോലെ തന്നെ അവൻ്റെ വണ്ടി വെച്ചിട്ട് അവൻ തോറ്റതും അല്ല. ഓക്കെ, സത്യത്തിൽ ഞാൻ കൊടുത്തൊരു ട്രാപ്പിൽ അവൻ അവൻ തോറ്റതാണ്. ഓക്കെ, സത്യത്തിൽ ഈ റേസിന് നല്ല രീതിക്ക് ബ്രേക്കൊക്കെ പിടിച്ചാലേ നമുക്ക് ഈസിയായിട്ട് ജയിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് അവനിട്ടൊരു 8ൻ്റെ പണി കൊടുക്കാനായിട്ടാണ് ഞാൻ എന്തായാലും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ ഞാൻ ഇങ്ങനെ ഒളിച്ചു നിന്ന് അവനാണെങ്കിൽ അങ്ങോട്ട് എന്തോ പോയപ്പോൾ ഞാൻ പെട്ടെന്ന് ഓടിച്ചെന്ന് അവൻ്റെ വണ്ടിയുടെ ബ്രേക്കും കാര്യങ്ങളൊക്കെ എന്തായാലും നശിപ്പിച്ചത് കേസ്. ഓക്കെ, എന്തായാലും വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല, അവൻ കണ്ടുപിടിക്കാൻ തന്നെ എന്തായാലും ഇല്ല. ഓക്കെ, അവൻ്റെ വണ്ടിങ്ങളൊക്കെ ഞാൻ എന്തായാലും അവിടെ ശരിയാക്കി എന്തായാലും കൊണ്ടിട്ടിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. ഓക്കെ, എന്തായാലും ഈ റേസ് ഞാൻ ജയിച്ചല്ലോ. ഓക്കെ, എൻ്റെ ക്യാഷും ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ വണ്ടിയുടെ ഡിക്കിയുടെ അകത്ത് എടുത്ത് വെച്ചു. ഓക്കെ, ഈ 2 വണ്ടി എൻ്റെ സ്വന്തം. ഓക്കെ, ഇതെല്ലാം റിപ്പയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പുതുപുത്തം പോലെ ഇവിടെ ഇട്ടിരിക്കുകയാണ്. ഓക്കെ, ബ്രേക്കൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. ഓക്കെ, പക്ഷെ അവനെന്തായാലും അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല, ഇതിൻ്റെ ബ്രേക്കും കാര്യങ്ങളൊക്കെ ഡാമേജ് ആക്കിയിട്ടുണ്ടെന്ന്. ഓക്കെ, അതെന്തായാലും നല്ല കാര്യം. ഓക്കെ, അവനെന്തായാലും കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഇനി അവനെങ്ങനെ എനിക്കിട്ട് പണി തരുമോ എന്തൊക്കെയാണ് അതെനിക്ക് അറിഞ്ഞൂടാ. നോക്കെന്തായാലും അതപ്പം എന്തായാലും നോക്കാം ഗൈസ്. ഓക്കെ ഓക്കെ ഗായ്സ്, അപ്പോൾ ഗായ്സ് ഇത്രയേ ഉള്ള കേസാണ് ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും എന്നാലും നമ്മുടെ ചാനൽ തൊട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തതിന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യത്തുള്ളൂ. ബെല്ലൈക്കനോട് എനേബിൾ ചെയ്താൽ വീഡിയോസ് നോട്ടിഫിക്കേഷൻ എനേബിൾ ആവുന്നതാണ്. അപ്പം പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.